Hello, Shalom. Welcome back to yet another day of the Book of Gratitude. വാകേറിയ ദൈവം അന്നം തരുമെന്ന് പഴമൊഴി പറയുമെങ്കിലും നെറ്റിയിലെ വീർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലല്ലേ മനുഷ്യരെല്ലാം. ശാരീരികമായ അധ്വാനത്തെക്കാൾ ഉപരി മാനസികമായ പ്രയാസവും അധ്വാനവും ഒക്കെ കൂടുതലുള്ള IT കമ്പനികളിൽ നടത്തിയൊരു പഠനം പറയുന്നത് 69.5% ജീവനക്കാരും തങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുടെ അടുത്തുള്ള സീറ്റുകളിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ കൂടുതൽ സമർപ്പണ ബോധമുള്ളവരായി കാണപ്പെടുന്നു എന്നാണ്. ഒപ്പം തന്നെ അവരിലെ ആങ്സൈറ്റിയും ഡിപ്രഷൻ ലെവലും ഒക്കെ കുറയുകയും കൂടുതൽ സംതൃപ്തിയോടെ മെച്ചപ്പെട്ട പ്രകടനം ജോലി മേഖലകളിൽ കാഴ്ചവെക്കുകയും ചെയ്യുന്നുണ്ടത്രേ. യെസ്, ടേക്ക് എ മൊമെന്റ് ആൻഡ് തിങ്ക്. ആർക്കൊപ്പം ജോലി പങ്കിട്ടപ്പോഴാണ് മടുപ്പറിയാതെ അധ്വാനിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഇത്രയുമേ ഉള്ളൂ. ശാരീരികമായ പ്രയാസങ്ങളെ അതിജീവിക്കും വിധം മാനസികമായ ഒരു പിൻബലം ആ വ്യക്തി നമുക്ക് തരുന്നുണ്ട്. ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ അയാൾക്കായി മാറ്റിവെക്കുമ്പോൾ മടുത്തു പോകാമായിരുന്നിട്ടും ആ വ്യക്തിക്കൊപ്പം അധ്വാനിച്ചപ്പോൾ ഉണർവോടെ ജോലി ചെയ്തതിൻ്റെ ഓർമ്മകൾ സന്തോഷത്തോടെ നമുക്ക് വിവരിക്കാം. അവർ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പിന്താങ്ങാണ് എന്ന് അതിലെഴുതി ഹൃദയം നിറഞ്ഞ നന്ദി പ്രകടിപ്പിക്കുക. അങ്ങനെ ഇന്നത്തെ ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ പൂർത്തിയായിരിക്കുന്നു. ശരീരം തളർന്നാലും മനസ്സ് തളർന്നില്ലെങ്കിൽ മുൻപോട്ട് കുതിക്കാൻ ഇനിയും നമുക്ക് സാധിക്കുമെന്ന് ആരോടാണോ പറയാനുള്ളത് ആ വ്യക്തിക്ക് ഇന്ന് അയച്ചു കൊടുക്കാൻ മറക്കേണ്ട. നന്മ വളരട്ടെ. റിമെമ്പർ, ലൈഫ് ചേഞ്ചസ് വെൻ ഗ്രാറ്റിറ്റ്യൂഡ് ബിഗിൻസ്.